ബോംബെയിൽ നിന്ന് നയന തന്നൊരു വർക്കാണ്, സർപ്രൈസ് ഡെലിവറി ആണ്. വുഡ് ബിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഒരു കേക്കാണ്. കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കേക്ക് സെറ്റാക്കുന്നത്. മോർണിംഗ് 8:30 എത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയപ്പോൾ ആളവിടെ ഇല്ലായിരുന്നു കേട്ടോ. ആളൊരു ഡോക്ടറാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു കേട്ടോ. നയന പറഞ്ഞതുപോലെ സെറ്റാക്കി ടെൻഡർ കോക്കറ്റ് ഫ്ലേവറാണ്. എന്തായാലും നല്ല ഹാപ്പിയാണ് കസ്റ്റമർ. ഇനി അടുത്ത നല്ലൊരു ഡെലിവറി വിശേഷമായിട്ട് വീണ്ടും കാണാം. രക്ഷ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും മറ്റും നല്ല ഇഷ്ടമായി. എടുത്ത് പറയുന്നത് കറക്റ്റ് പാകത്തിനുള്ള മധുരം, ആ പറഞ്ഞ പോലെ തന്നെ അധികം ഓവർ സ്വീറ്റ് ആക്കാണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ ടെൻഡർ കോക്കനട്ട് പീസസ് അതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവർക്ക് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇത് ശരിക്കും മോനെ ഭയങ്കര ഇഷ്ടമായി. അവൻ എന്നോട് സംസാരിച്ചോടെ കേക്ക് അങ്ങനെ എടുത്തിരുന്ന് കഴിക്കാനും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓ ചേച്ചി, എനിക്ക് സത്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്ന. സത്യം അത് മാത്രമല്ല, അതുകൊണ്ട് അത്ര ഇഷ്ടമായി. ഓന് ഭയങ്കരമായിട്ട് ഇഷ്ടം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തന്നെ ആ കേക്ക് മാത്രമല്ല, ഓന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓ ചേച്ചി സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എന്നെക്കാട്ടിലും കൂടുതൽ അച്ഛനും അമ്മക്കും ഓനും സത്യമായിട്ട് അവർക്ക് ആ ഫോട്ടോ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓർക്ക് ഭയങ്കര സന്തോഷം. സത്യം ഞാൻ ഇപ്പം എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞെങ്കിൽ ആ ചേച്ചിനെ കണ്ടുപിടിച്ചത്. അപ്പൊ എന്തായാലും പറഞ്ഞ നല്ല കേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര ആ ചേച്ചി എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഓഗസ്റ്റിലേക്കാണ് ഞങ്ങളുടെ റിസപ്ഷൻ. അതും രാംനാട്ട് ഹിൽസേനോ അതോ ഏത് സ്ഥലമാണ് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ എന്തായാലും ആ സമയം ആകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചേച്ചി എടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം കേക്കിന്റെ ഡിസൈനും എങ്ങനത്തെ വേണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ആ സമയം എന്തായാലും പറയുന്നതിനെ ചേച്ചി എടുത്ത് ഞാൻ ഇനി ഓഗസ്റ്റ് മുതൽ എന്തായാലും അടുത്തന്നെയായിരിക്കും. ഞാൻ ജൂലൈയിലേക്കാണ് നാട്ടിലേക്ക് വരാൻ. ആ ചേച്ചി ഞാൻ ആക്ച്വലി സ്പെസിഫിക്കലി ഞാൻ ഹോം ബേക്കേഴ്സ് ആയിരുന്നു തിരഞ്ഞത്. ഹോം ബേക്കേഴ്സ് ഇൻ ഫറൂഖ് അടിച്ച് നോക്കിയപ്പോൾ തന്നെ അത് കുറേ വട്ടം ഞാൻ 2-3 ദിവസം നോക്കിയപ്പോഴാണ് ആദൂസ് ഇത് എന്താ പറയാ കേക്ക് ഫാന്റസി ചേച്ചിന്റെ പേജ് കണ്ടത്. അത് നമുക്ക് ആ സമയം ആകുമ്പോഴത്തേക്ക് എന്തായാലും ആവശ്യമാണ് കേക്ക്, എന്തായാലും വേണം. അപ്പൊ പിന്നെ ഇപ്പൊ നമ്മൾ കഴിച്ച് നമുക്ക് ടേസ്റ്റ് അറിയുന്നതിനെ കൊണ്ട് ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട്. ലൈക്ക് അത് അച്ഛന് ഇഷ്ടമായി, അമ്മയ്ക്ക് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായത്. അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ നമുക്ക് അതെ അപ്പൊ ഞാൻ അങ്ങനെ ഗൂഗിളിൽ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കി. അപ്പൊ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഒരാളെ പ്രൊഡക്റ്റ് അത്രയും നല്ല മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ജെന്യൂൻ ആയിട്ട് റിവ്യൂ ചെയ്യുക. അപ്പൊ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ വീഡിയോ റിവ്യൂസ് അങ്ങനെ ഇടൂലല്ലോ. എനിക്ക് മനസ്സിലായി, ഓക്കെ കണ്ടിട്ട് നല്ലുണ്ട്, ഡിസൈൻസ് നല്ലുണ്ട്, പാറ്റേൺസ് നല്ലുണ്ട്, ഏകദേശം ഇവിടെ കിട്ടുന്ന പോലത്തെ കേക്ക് പോലൊക്കെ തന്നെ ഉണ്ട് കാണാനും. അപ്പൊ അങ്ങനെ വിചാരിച്ച് ഞാൻ ആക്ച്വലി ബ്രൗണിംഗ് കൊണ്ടാണ് വന്നത്. പക്ഷേ കേക്കിലേക്ക് എന്തായാലും നല്ലൊരു ഡിസിഷൻ ആണ്. അതാവുമ്പോൾ നമുക്ക് റിസപ്ഷൻ ഒരു ഐഡിയ കിട്ടില്ല എങ്ങനത്തെ കേക്കാ. ഇനി ആ സമയം ഫ്ലേവർ മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. അപ്പം പറഞ്ഞു ടെൻഡർ കോക്കനട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഓ ചേച്ചി ആക്ച്വലി നല്ല ഇഷ്ടമായി. അച്ഛനും അമ്മയ്ക്കും 3 പേർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. കാരണം ടെൻഡർ കോക്കനട്ട് അധികം ചിലവരൊക്കെ ജസ്റ്റ് പേരിന് മാത്രം ഇങ്ങനെ കഷ്ടങ്ങൾ ഇടും. എനിക്ക് കട്ട് ചെയ്ത് കാണിച്ചു തന്നെ എടാ നമുക്ക് ഓരോ ലെയറിലും ടെൻഡർ കോക്കനട്ട് കടിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമായി വന്നു. കാരണം കുറച്ച് ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് അച്ഛനും അമ്മയും അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ആൻഡ് എന്താ പറയാ ചേച്ചി അത് ഭയങ്കര ഫ്രീ ആവുമ്പോൾ എനിക്ക് അയച്ചിട്ടുള്ളൂ. എന്തായാലും ഓഗസ്റ്റ് അല്ല എൻഗേജ്മെന്റ് അല്ല റിസപ്ഷൻ സമയം ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും നല്ല കേക്ക് ഡിസൈൻ ചെയ്യാം. ഓ ചേച്ചി ഓൾ ദി വെരി ബെസ്റ്റ് ചേച്ചി. ചേച്ചിക്ക് കുറേ ഓർഡേഴ്സ് വരട്ടെ കേട്ടോ. ഓക്കെ താങ്ക് യു താങ്ക് യു കേട്ടോ. ചേച്ചി ഫ്രീ മെസ്സേജ് അയക്കട്ടോ. ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ട് പേഴ്സണൽ അക്കൗണ്ടിൽ. എന്തായാലും കണക്ക് നാട്ടിൽ വരുമ്പോൾ ചേച്ചി ആക്ച്വലി അതാണ് ഞാൻ മെയിൻലി എന്താ പറയാ ഈ കേക്ക് ഷോപ്പിൽ നോക്കാത്തത്. കാരണം എനിക്ക് എന്റെ രീതിക്കായിട്ട് എനിക്ക് കസ്റ്റമൈസ് ചെയ്യണമായിരുന്നു. മോർ ദാൻ കസ്റ്റമൈസേഷൻ എനിക്ക് പ്രൈസ് ആയാലും കുഴപ്പമില്ല, പക്ഷേ നല്ല സാധനം ക്വാളിറ്റി അതെന്താ എനിക്ക് ചേച്ചിയുടെ കഴിഞ്ഞത് കിട്ടി. സോ എനിക്ക് വെരി ഹാപ്പി. ഞാൻ മാത്രമല്ല ഏറ്റവും കൂടുതൽ വെരി ഹാപ്പി ഏട്ടനും അച്ഛനും അമ്മയും ഈക്വലി എന്താ പറയുക അവർക്ക് മധുരം കഴിക്കുന്ന ആൾക്കാരാണ്. പോയിട്ട് നല്ല